നമ്മൾ നേരത്തെ കണ്ടു കൽപ്പറ്റയിൽ നിന്ന് ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററിൽ ദൗത്യ സംഘത്തെ വഹിച്ചുകൊണ്ട് പുറപ്പെട്ടിരുന്നു സൂചിപ്പാറയിലേക്ക്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം 6 പേരെയാണ് കൊണ്ടുപോയത്. അതിൽ സൈനികരുമുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. അല്പസമയം കഴിഞ്ഞ് അടുത്ത സംഘത്തെയും ഇവിടെ നിന്ന് കൊണ്ടുപോകും. ബിജു പങ്കജ് നമുക്കൊപ്പം. ബിജു ഉള്ളത് SKMJ സ്കൂളിലാണ്. അവിടേക്കാണ് ഹെലികോപ്റ്ററിൽ വന്ന് ഈ ദൗത്യ സംഘത്തെ കൊണ്ടുപോയത്. ബിജു, രണ്ടാമത്തെ സംഘം എപ്പോഴായിരിക്കും പുറപ്പെടുക? ആര്യ 3.5 മണിക്കൂർ വൈകിയാണ് ഈ ദൗത്യം തുടങ്ങിയത്. കാരണം കാലാവസ്ഥ ചതിച്ചു, പക്ഷേ അത് പിന്നീട് ശരിയായി. അങ്ങനെ 6 പേരുമായിട്ട് ഈ തെരച്ചിലിലുള്ള വിവിധ സേനകളിലെ 6 പേരുമായിട്ട് ആദ്യ യാത്ര ഹെലികോപ്റ്റർ സൂചിപ്പാറയിലേക്ക് തിരിച്ചു. ബാക്കിയുള്ള രണ്ടാമത്തെ വരവ് ഉള്ള ദൗത്യ സംഘങ്ങൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞ് അവർ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് റെഡിയായിരിക്കുകയാണ്. ഹെലികോപ്റ്റർ അവരെ സൂചിപ്പാറ മുതൽ താഴേക്ക് നിലമ്പൂർ സൈഡിലേക്കുള്ള അവിടെ ആദ്യഘട്ട അംഗങ്ങളെ ഇറക്കിയതിന് ശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം വീണ്ടും ബാക്കി ഇവിടെയുള്ള അംഗങ്ങളെ ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് രണ്ടാമത്തെ ട്രിപ്പിനുള്ള തെരച്ചിൽ സംഘങ്ങൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. 2 വനംവകുപ്പ് ജീവനക്കാർ, അതുപോലെ കേരളത്തിലെ പ്രത്യേക ഫോഴ്സ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ്, അതുപോലെ ആർമി അംഗങ്ങൾ, ഈ 3 പേരുടെയും സംയുക്ത ടീമാണ് തെരച്ചിൽ നടത്തുന്നത്. ഇവർക്ക് പ്രത്യേകിച്ച് നിലമ്പൂർ അതുപോലെ തന്നെ മേപ്പാടി വനമേഖലയുടെ കീഴിലുള്ള വനഭൂമി കൂടി ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വന്യജീവികളുടെ ശല്യമടക്കമുണ്ട്. പിന്നെ ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് നേരിട്ടെത്താനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇനി ഹെലികോപ്റ്റർ ദൗത്യം ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ആദ്യഘട്ട അംഗങ്ങളെ കൊണ്ടുപോയതിനു ശേഷം 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അരമണിക്കൂറിൽ തന്നെ അടുത്ത ട്രിപ്പിനായിട്ട് ഹെലികോപ്റ്റർ വീണ്ടും ഇവിടെ എത്തും. അതിൽ ബാക്കിയുള്ള സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് തിരിക്കും. എന്തായാലും അതായത് കൂടുതൽ മൃതദേഹങ്ങൾ ഈ പ്രദേശത്തുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തി സർക്കാർ തീരുമാനിച്ചത്, ആർമിയുടെ സഹായം തേടിയത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്റർ വീണ്ടും തിരിച്ച് ഈ SKMJ സ്കൂളിലിറങ്ങും. ബാക്കിയുള്ള സേനാംഗങ്ങളെ തെരച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ശരി, അതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ ദുഷ്കരമായൊരു ദൗത്യമാണ് ആ മേഖലയിലേക്ക് എത്തുക, അവിടെ തെരച്ചിൽ നടത്തുക, മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ അത് തിരികെ എത്തിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായൊരു ദൗത്യമാണ്. ആ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ നമ്മുടെ സൈനികർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇന്നും ചില ശരീരഭാഗങ്ങൾ ചാലിയാർ തീരത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ശരീരഭാഗങ്ങളാണ്, 2 ശരീരഭാഗങ്ങൾ ലഭിച്ചുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെയൊക്കെ അവിടെ നിന്നുള്ള സങ്കട കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു, കൂട്ടസംസ്കാരത്തിൻ്റെയൊക്കെ കാഴ്ചകൾ. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മായാത്ത ചില ദൃശ്യങ്ങൾ ആണ് അത്. നമുക്ക് ഇപ്പോൾ കാണാം, കൽപ്പറ്റ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററുണ്ട്. ഹെലികോപ്റ്റർ നേരത്തെ ദൗത്യ സംഘത്തെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഹെലികോപ്റ്റർ പറന്നുയർന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 6 പേരെയാണ് ആദ്യം കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞ് വന്ന് അടുത്ത സംഘത്തെ കൂടി കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പരിശീലനം നേടിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സൈനികരും ഉണ്ട് ഈ ടീമിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. മരണസംഖ്യ 400 കടക്കുകയാണ്. ഈ വയനാട്ട് ഉരുൾപൊട്ടലിൽ, ഈ മണ്ണിടിച്ചിലിൽ നമുക്ക് നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണം 402 ഉയരുകയാണ്. 400 പേർ നമ്മളെ വിട്ടുപോയി എന്നുള്ള ദുഃഖകരമായ കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ സൂചിപ്പാറയിലേക്കാണ് പുറപ്പെട്ടുള്ളത്. അതിനു പുറമെ ചാലിയാറിലും ചൂരൽമലയിലും ഒക്കെ തിരച്ചിൽ നടക്കുന്നുമുണ്ട്. സൂചിപ്പാറ മേഖലയിലേക്കാണ് ഈ ഹെലികോപ്റ്റർ പുറപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥ കാരണം 8 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന ഈ ദൗത്യം 3 മണിക്കൂർ വൈകിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ സൂചിപ്പാറയിലെ സൺറൈസ് വാലി അതുമുതൽ മുണ്ടേരി ഫാം വരെയായിരിക്കും ഈ രീതിയിൽ തെരച്ചിൽ നടത്തുക. ദൗത്യസംഘത്തിന് കരമാർഗം കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രദേശം, ഒരു ഏരിയയാണ് ഇത്. ഈ ഭാഗത്ത് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അവിടെയായിരിക്കും ഹെലികോപ്റ്ററിൽ ഇറങ്ങി ദൗത്യസംഘം പരിശോധന നടത്തുക. സൈന്യവും വനംവകുപ്പ് ജീവനക്കാരും ഉൾപ്പെടെ 12 പേരാണ് ഈ ദൗത്യസംഘത്തിൽ, ഈ ടീമിലുള്ളത്. 2 തവണയായി 6 പേരെ വീതം തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. ആദ്യത്തെ സംഘത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ രണ്ടാമത്തെ ടീമിനെയും കൊണ്ടുപോകും. ബിജു, മൃതദേഹങ്ങൾ കാണും ആ മേഖലയിൽ എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇത്രയും ദുഷ്കരമായൊരു ദൗത്യത്തിന് ഇറങ്ങിയതും. മൃതദേഹങ്ങൾ കിട്ടിയാൽ അത് കഴിഞ്ഞ് എങ്ങനെ
അത് ഏത് രീതിയിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്? നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് SKMJ സ്കൂൾ ഗ്രൗണ്ടാണ്, കൽപ്പറ്റയിലെ സ്കൂളാണ്. ഇവിടെ നിന്നാണ് കോഴിക്കോട് നിന്ന് വന്ന ആർമിയുടെ ഹെലികോപ്റ്ററിൽ ദൗത്യ സംഘത്തെ സൂചിപ്പാറയിലേക്ക് കൊണ്ടുപോയത്. ആദ്യം 6 അംഗ സംഘമാണ് പുറപ്പെട്ടത്. അത് അല്പസമയം കഴിഞ്ഞ് രണ്ടാമത്തെ ടീമിനെയും കൊണ്ടുപോകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. 8 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്നതാണ്, 8 മണിക്ക് തുടങ്ങേണ്ട ദൗത്യമായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കാരണം ഏറ്റവും പ്രതികൂലമായി നിന്നത് കാലാവസ്ഥയാണ്. ആദ്യം കൽപ്പറ്റയിലും അത് കഴിഞ്ഞ് മുണ്ടക്കയിലും മഴ പെയ്തു. അങ്ങനെ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ആദ്യം കൽപ്പറ്റയിലെ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് മുണ്ടക്കയിൽ ഈ ഉദ്യോഗസ്ഥരെ ഇറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഈ ദൗത്യം 3 മണിക്കൂർ വൈകിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ ടീം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ടീം അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. ബിജു, നമ്മൾ നേരത്തെ സംസാരിച്ചതൊരു കരമാർഗം എത്താൻ പ്രയാസമുള്ള ഒരു പ്ലേസ് ആണ്, ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൃതദേഹം കാണാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മൃതദേഹം കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ അതെങ്ങനെയാണ് ആലോചിച്ചിരിക്കുന്നത് സൈന്യം? ആര്യ, മൃതദേഹമോ കണ്ടെത്തി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുന്ന ബാഗുകളുമായിട്ടാണ് ഈ തെരച്ചിലിനുള്ള സംഘങ്ങൾ പോയിരിക്കുന്നത്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഈ ബാഗിലാക്കി ഇവിടെ എത്തിച്ചിട്ട് തന്നെ മേപ്പാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ DNA പരിശോധനയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റും അതുപോലെ ആരോഗ്യവകുപ്പൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കിട്ടുന്ന അവശിഷ്ടങ്ങൾ അത് തിരിച്ചറിയുക, അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തി അത് ആരാണെന്ന് കണ്ടെത്തി അതിനുശേഷം അത് സംസ്കരിക്കുക എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യ ഘട്ടത്തിലുള്ള 6 പേരാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അവരെ സൂചിപ്പാറയിൽ അവരെ റോപ്പ് വഴി അവിടെ ഇറക്കിയതിനു ശേഷം അടുത്ത ഘട്ടം ബാക്കിയുള്ള സേനാംഗങ്ങളെ കൂടി കൊണ്ടുപോകും. അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്റർ വീണ്ടും ഈ സ്കൂളിലെ ഹെലിപ്പാഡിലെത്തും. ബാക്കിയുള്ള സേനാംഗങ്ങളെ കൂടി കൊണ്ടുപോകും. അങ്ങനെ ഒരു തെരച്ചിൽ തുടരുക, ഏതാനും ദിവസം കൂടി ഈ തെരച്ചിൽ തുടരുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചാലിയാർ ഭാഗത്തുനിന്നും സൂചിപ്പാറ ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു. പിന്നെ തിരച്ചിലിനായി പോയവരൊക്കെ എൻ്റെ ഗന്ധം ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകും എന്ന് കരുതുന്നത്. നേരത്തെ ഈ തിരച്ചിൽ നടത്തിയപ്പോൾ ഇവിടെ ഈ വെള്ളച്ചാട്ടങ്ങളിൽ വെള്ളം കാര്യമായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദീതീരങ്ങളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ വശങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടും. കാരണം എൻ്റെ 159 ബോഡികളും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തിരച്ചിൽ നടത്തിയാൽ കൂടുതൽ ബോഡികൾ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ചലഞ്ചിങ് ആയ ഒരു ദൗത്യമാണ്. 3.5 മണിക്കൂർ വൈകിപ്പോയി കാലാവസ്ഥാ വ്യതിയാനം കാരണം. എന്തായാലും ഇപ്പം കാലാവസ്ഥ അവിടെയും നന്നായി നല്ല രീതിയിലാണ്, ഇവിടെയും കുഴപ്പമില്ല. ലാൻഡിങ്ങിനും അവിടെ ആൾക്കാരെ സേനാംഗങ്ങളെ റോപ്പിലിറക്കുന്നതിനുമുള്ള സജ്ജീകരണങ്ങളെല്ലാം കൃത്യമാണ്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ആദ്യഘട്ടം തുടങ്ങിയിരിക്കുന്നത്. അവരെ നിലവിലുള്ളവരെ അവിടെ ഇറക്കിയതിനു ശേഷം ഹെലികോപ്റ്റർ അല്പസമയത്തിൽ ഇവിടെ എത്തും. ബാക്കിയുള്ളവരും ഇവിടെ റെഡിയാണ്. ഇവിടെ ഇവരുടെ ഈ കവറുകൾ, മൃതദേഹങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള എടുക്കാനുള്ള കവറുകളും അതുപോലെ തന്നെ ബാഗുകളും ഒക്കെയാണ്. ഇതുമായിട്ടാണ് ഈ സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് പോവുക. പിന്നെ അവർക്ക് മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയാലൊക്കെയുള്ള അത് ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള കവറുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവരൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇവർ സ്പെഷ്യൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ വിഭാഗത്തിലെ അംഗങ്ങളാണ്. ബാക്കിയുള്ള ഈ നിൽക്കുന്നത്